സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ലിറ്ററൽസ് വിത്ത് ടൈപ്പ് സഫിക്സ് പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്നാണ്. വീട്ടിലോട്ട് പോയാലാ? ഇപ്പോൾ എന്താണ് ലിറ്ററൽസ് വിത്ത് ടൈപ്പ് സഫിക്സ്? ഒന്നുമില്ല, നമ്മൾ ഡാറ്റ ടൈപ്പ് നമ്മൾ വേരിയബിൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പകരം നമ്മൾ വാല്യൂക്ക് ശേഷം കൊടുക്കും. ഇപ്പോൾ നമുക്ക് കോഡിൽ കൂടി പറഞ്ഞത് എന്താണെന്ന് സമയം കാണിച്ചു തരാം. നിങ്ങൾ വേരിയബിൾ ലെറ്റ് എ ഇസ് ഈക്വൽ ടു 23. ഓക്കെ, ഈ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാറ് നമ്മൾ. ഓക്കെ, പ്രിന്റ് കൊടുക്കാം എ. ഓക്കെ, ഇത് കാണാൻ പറ്റും ബൈ ഡിഫോൾട്ടിൻ്റെ ഡാറ്റ ടൈപ്പ് I32 ആണ്. പക്ഷെ എനിക്ക് I8 ആക്കണം, അല്ലെ I64 ആക്കണം. ആ കേസിലേക്ക് എനിക്ക് ഇവിടെ പോയിട്ട് കോളൻ ഇട്ട് പിന്നെ ഡാറ്റ ടൈപ്പ് അടിക്കണം. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുക്കാം. എങ്ങനെയാ? എനിക്കിപ്പോൾ I8 വേണം, അപ്പോൾ ഞാൻ I8 കൊടുത്ത് കണ്ട ഇങ്ങനെ കൊടുക്കാം. പിന്നെ എനിക്ക് ഒരു അണ്ടർസ്കോറും കൊടുക്കാം, പ്രശ്നമില്ല. കാരണം അണ്ടർസ്കോർ റസ്റ്റ് ഇഗ്നോർ ചെയ്യും. ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ശരി, ഒന്നും മനസ്സിലാവും ചിലർക്ക്. ഒരു റീഡബിലിറ്റി അത്ര പോരാ. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്കോർ ഇടുമ്പോൾ മനസ്സിലാവും ഇത് 22 വാല്യൂ, ഇതൊരു ഡാറ്റ ടൈപ്പ്. അങ്ങനെ ഇച്ചിരി ക്ലിയർ ആയിരിക്കും. നമ്പേഴ്സ് എങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ എക്സാമ്പിൾ കേസ് എടുക്കാൻ നമ്പേഴ്സ് ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 1000. ഞാനൊരു 1 lakh എടുക്കാം. 1 lakh കാണിട്ട് 1 lakh എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, പ്രിൻ്റ് എല്ലാം ബി കൊടുത്ത് ഞാൻ പ്രിൻ്റ് ചെയ്ത് കാണിച്ച് അണ്ടർസ്കോർ കൊടുത്തു. പക്ഷേ അത് അണ്ടർസ്കോർ ഇഗ്നോർ ആവില്ല. എനിക്ക് എത്ര അണ്ടർസ്കോർ കൊടുക്കാം അവിടെ, അതെല്ലാം ഇഗ്നോർ ആയി പോകും. എന്താ റസ്റ്റിൽ അണ്ടർസ്കോർ ഇഗ്നോർ ആയി കളയും. എത്രയും കൊടുക്കാം, ഇവിടെ കൊടുക്കാം അണ്ടർസ്കോർ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടം കൊടുക്കാം. അപ്പോൾ ഇത് അണ്ടർസ്കോർ ഉപയോഗിച്ചാൽ കോഡിൻ്റെ റീഡബിലിറ്റി വേണം. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമ്മുടെ കോഡ് വേറെ ആയാലും നോക്കും. ഫ്യൂച്ചറിൽ നമ്മുടെ വേറെ പ്രോഗ്രാമുണ്ട്, നമ്മൾ കോഡ് നോക്കുമ്പോൾ അവർക്ക് നമ്മുടെ കോഡ് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ കോഡ് റീഡബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്ക് അണ്ടർസ്കോർ കൊടുക്കുക. നമ്പേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അണ്ടർസ്കോർ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും. ഇച്ചിരി കോഡ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് I8 കൊടുക്കാം, I32 കൊടുക്കാം, I64 കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ ടൈപ്പ് തീരുമാനിക്കാം. നമുക്ക് എന്താ വേരിയബിളിൻ്റെ എന്താ ഇവിടെ കൊടുക്കാൻ തോന്നുന്നു ഇവിടെ കൊടുത്ത്. ഓക്കെ, പക്ഷേ ഇവിടെ കൊടുക്കാൻ വെച്ചാൽ നല്ലത്, പക്ഷേ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഡാറ്റ ടൈപ്പ് ഇവിടെയും കൊടുക്കാം. ഇവിടെ ഈ രണ്ട് സ്ഥലത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. ഇവിടെ I8 ഇവിടെ I32 അത് കൊടുക്കില്ല, രണ്ട് സ്ഥലത്ത് ഒരേ കൊടുക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് I മാത്രം U ഉപയോഗിക്കാം. ഓക്കെ, പ്രശ്നമില്ല. യു ഉപയോഗിക്കാം, U32 എന്തും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഫ്ലോട്ടിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്ലോട്ടിൽ സെയിം തന്നെയാണ്. ഫ്ലോട്ട് നമ്പേഴ്സ് കൊടുക്കുക, അത് കൊടുക്കുക എഫ്. ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് അറിയാം 64 ആണ്, അപ്പോൾ 32 കൊടുക്കുകയാണ്. കണ്ട പ്രിൻ്റായി. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക റീഡബിലിറ്റിക്ക് വേണ്ടി. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കാണാൻ പറ്റും ഇപ്പോൾ കൊടുത്തേക്കുന്ന ഫ്ലോട്ട് നമ്പർ കൊടുത്തേക്കുന്നത്. പക്ഷേ നോർമൽ നമ്പർ കൊടുത്താലും അതിനെ ഫ്ലോട്ടാക്കി മാറ്റും. പിന്നെ പ്രിന്റ് നോക്കിക്കോട്ടെ, കണ്ട ഇതിപ്പോൾ ഫ്ലോട്ടാണ്. നമുക്ക് ഇൻറ്റീജറിനെ ഫ്ലോട്ട് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് റസ്റ്റിൽ. ഓക്കെ, കമൻറ്റ് ചെയ്യുകയാണ്. ലെറ്റ് നാം ഡാറ്റ ടൈപ്പ് കൊടുക്കുക ഒരു I32 ബൈ ഡിഫോൾട്ട് ആണ്, പക്ഷേ കൊടുത്തേക്കാം വാല്യൂ കൊടുത്ത്. അപ്പോൾ ഇത് കാണാൻ പറ്റും ഇവിടെ ഞാൻ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ num2 എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ എനിക്ക് സ്റ്റോർ ചെയ്യണം ഈ നം. പക്ഷേ ഈ വേരിയബിൾ ടൈപ്പ് I32 അല്ല, ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകണം. ഇതിൻ്റെ വാല്യൂ I64 ആണ്. ഓക്കെ, ഇതിൻ്റെ I64 ഡാറ്റ ടൈപ്പ്. പക്ഷേ എനിക്ക് ഈ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഹൗ? രണ്ട് വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ സൈസ് വ്യത്യാസം എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്നത് എന്ത് ചെയ്യണം? അപ്പോൾ അതിനെന്ത് ചെയ്യാൻ ആസ് കീവേഡ് ഉപയോഗിക്കുന്നത്. ആസ് പിന്നെ നമുക്ക് അതേ ഡാറ്റ ടൈപ്പ് നമ്മുടെ ഡാറ്റ ടൈപ്പ് ചെയ്താൽ I64 കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതെന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ ഈ ഡാറ്റ ടൈപ്പിനെ I64 ആയി കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പറ്റും, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കളഞ്ഞു നോക്കാൻ എറർ വരും. കണ്ട? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് കൺവേർട്ട് ചെയ്യുന്നത് ഈ കേസിൽ വെച്ചാൽ ഡാറ്റ സ്പെസിഫൈ. ഇവിടെ ഡാറ്റ സ്പെസിഫൈയിലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വേറെ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് I32 ആണ്. ഞാൻ ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തില്ല, പക്ഷേ എനിക്ക് ഈ വേരിയബിൾ ഇവിടെ സ്റ്റോർ ചെയ്യണം. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് I32 ആണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് I64 ആണ്. പക്ഷേ അപ്പോൾ നമുക്ക് I32 I64 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നം ആസ് I64 ആണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇൻറ്റേർണലി ഞാൻ ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ എനിക്ക് ഫ്ലോട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് നമ്പർ ആണെങ്കിലും എനിക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് നമ്പറിനെ എനിക്ക് ഇൻറ്റീജർ ആക്കണം. ആ കേസിലേക്ക് സെയിം ഇതായാലും ഉപയോഗിക്കും. ഞാൻ ഇപ്പോൾ ഈ നമ്പറിനെ I8 ആക്കണം. അപ്പോൾ ഞാൻ ഇവിടെ I8 കൊടുക്കേണ്ടി വരും എനിക്ക്. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും.
ഇതിനെ ഇൻറ്റീജർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ടൈപ്പ് ഇൻറ്റീജറിനെ ഫ്ലോട്ട് ഇൻറ്റീജർ ആക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ. ഓക്കെ, പിന്നെ എനിക്ക് ലെറ്റേഴ്സ് ക്യാരക്ടേഴ്സിനെയും ബൂലിയേഴ്സിനെയും എനിക്ക് നമ്പേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാ? സോ ഞാൻ ഇത് കമൻറ്റ് ചെയ്യാം. ലെറ്റ് ചാറിനടുത്ത് ഞാൻ char1 ചാർ ഡാറ്റ ടൈപ്പ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ഒരു വാല്യൂ എടുക്കുവാണ് എ എന്ന് പറഞ്ഞ്. ഓക്കെ, അതെന്ത് ചെയ്യും, ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്കൊന്ന് വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് ഇവിടെ തന്നെ ചെയ്യുവാണ് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവിടെ char1 ആസ് u8 കൊടുക്കുകയാണ്. പ്രിന്റ് ചെയ്യാൻ തരാം. അപ്പോൾ എന്തൊരു നോക്കാം, 65. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ലെറ്ററിൽ കൊടുത്ത് ഇപ്പം എന്ത് ഇവിടെ 65 വന്നിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇതിനെ യൂണിക്കോടെ കൺവേർട്ട് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആസ്കൈ ടേബിൾ, ആസ്കൈ വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൽ കൺവേർട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ എ ആണ്, ക്യാപിറ്റൽ എയുടെ വാല്യൂ നോക്കുക. ഞാൻ ആസ്കൈ ടേബിൾ എടുക്കുകയാണ്. കാണിട്ട് ക്യാപിറ്റൽ എയുടെ വാല്യൂ 65 ആണ്. അപ്പോൾ അതന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്റേഴ്സിനെ ആസ്കൈ ടേബിളായി യൂണിക്കോളിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ആസ് u8. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ എയുടെ നമ്പർ ഫോം എന്താ 65. എനിക്ക് സ്മോൾ എ എടുത്താൽ നോക്കാം, സ്മോൾ എ നോക്കാം നമുക്ക് 97. അപ്പോൾ നിങ്ങൾക്ക് ടേബിളിൽ നോക്കാം, സ്മോൾ എന്താ 97. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആസ്കർ ടേബിളിലും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഞാൻ ബുല്യൻ എടുക്കുകയാണെങ്കിൽ ബുല്യൻ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ലെറ്റ് ബൂൾ 1 വാല്യൂ ക്രിയേറ്റ് ചെയ്ത് മറ്റേ ബൂളിന് കൊടുത്ത് ട്രൂന്ന് കൊടുത്ത്. ഓക്കെ, എനിക്ക് വേറെ ഞാൻ പറഞ്ഞ നേരത്തെ എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേരിയബിൾ ക്രിയേറ്റ് അഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ പ്രിന്റ് തന്നെ ഞാൻ ചെയ്യാം. ബൂൾ 1 ആസ് u8. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രൂ എന്ന് ചോദിച്ചാൽ 1 ആയിരിക്കും, പിന്നെ ഫോൾസ് എന്ന് വെച്ചാൽ ഫോൾസ് ആണെങ്കിൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്താൽ അത് 0 ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് ടൈപ്പ് കാസ്റ്റിംഗ്. നമുക്ക് ഇൻറ്റീജറിനെ ഫ്ലോട്ട് ആക്കാം, ഫ്ലോട്ട് ഇൻറ്റീജർ ആക്കാം, ക്യാരക്ടറിനെ ഇൻറ്റീജർ ആക്കാം, ബൂലിയനെ ഇൻറ്റീജർ ആക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഇങ്ങനെ ടൈപ്പ് കൺവേർഷൻ ചെയ്യാനില്ല ഇങ്ങനെ അത് സേഫ് അല്ല, റസ് റെക്കമെൻഡ് ചെയ്യില്ല. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഓവർഫ്ലോ പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് അറിയായിരിക്കും i8 സ്റ്റോർ ചെയ്ത് ചോദിച്ചോ, ഇതിന് വാല്യൂ ഉണ്ട് i64ൻ്റെ, ആ വാല്യൂക്ക് i8 സ്റ്റോർ ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ കേസ് എടുക്കാം, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ലെറ്റ് എ സീക്വൽ ടു ഇത്ര വാല്യൂ കൊടുത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ലെറ്റ് ബി സീക്വൽ ടു ഡാറ്റ ടൈപ്പ് കൊടുക്കുകയാണ് i8 സ്റ്റോർ ആക്കുകയാണ് എന് പറ്റില്ല. വൈ? ഇപ്പം ആസ് ഇട്ട് നോക്കാം, ആസ് i8. ഓക്കെ, ആസ് i8 ഇനി എഴുതാൻ പറ്റില്ല, എറർ ആണെങ്കിൽ ഞാൻ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ എനിക്കൊരു എറർ വരും. എനിക്കൊരു എറർ അല്ല, ഒരു ഇത് വരും, മെസ്സേജ് ആയിട്ട് എനിക്കോ എന്താണ് ഒരു റാൻഡം വാല്യൂ ആണ്, ഒരു മൈനസ് വാല്യൂ. അതെന്താ നിങ്ങൾക്കറിയായിരിക്കും i8ൻ്റെ റേഞ്ച് എത്രയാണ്, 127 നമ്മുടെ റേഞ്ച്, മാക്സിമം റേഞ്ച്. പക്ഷെ നമ്മൾ സ്റ്റോർ നോക്കാൻ എത്രയാണ്, 23,000 സംതിങ് ആണ്. അത് പറ്റൂല, ഇത്ര വലിയ വാല്യൂ അങ്ങനെ i8 സ്റ്റോർ ചെയ്യുന്നത്. ഈ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ i60 എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നോക്കണ്ട്, സേഫ് അല്ലേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റിനെക്കാളും കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ എറർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്പ് സേഫ് അല്ലാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേറെ വഴി ഉണ്ടെങ്കിൽ സേഫ്ലി ആയിട്ട് ഇങ്ങനെ ടൈപ്പ് കൺവേർഷൻ നടത്താൻ പറ്റുക. അത് ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ പറയാം. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ആസ്കി വീഡിയോസിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ചില ആ കേസിൽ നിങ്ങൾക്ക് എറർ വരില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് വാല്യൂ ഓവർഫ്ലോ ആവില്ല, അങ്ങനത്തെ കേസിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ റെക്കമെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് മറ്റേ ഇതിൽ ഉപയോഗിക്കണം. അതേ മറ്റേ ഫീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.